വന്യജീവി ആക്രമണത്തിൽ സർക്കാരിനെ വിമർശിച്ചും പരിഹസിച്ചും ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി രംഗത്ത് വന്നിട്ടുണ്ട്. ആക്രമിക്കാൻ വരുന്ന കടുവയോടും പുലിയോടും പറഞ്ഞാൽ സർക്കാരിനോട് പറയുന്നതിനേക്കാൾ ഫലം കിട്ടുമെന്നാണ് അദ്ദേഹത്തിന്റെ വിമർശനം. കോടികൾ അനുവദിച്ചിട്ടും ഒരാളെപ്പോലും രക്ഷിച്ച ചരിത്രം വനം വകുപ്പിനില്ലെന്നും വിമർശനമുണ്ട്. അജിത് ബാബു ഉണ്ട്. അജിത്ത്, വനം വകുപ്പിന് അതിരൂക്ഷമായ വിമർശനമാണ്. പാംപ്ലാനി നേരത്തെയും ഈ മനുഷ്യ വന്യജീവി ആക്രമണങ്ങളിലൊക്കെ ശക്തമായ നിലപാടെടുത്തിട്ടുള്ളയാളാണ്. പുതിയ വിമർശനങ്ങൾ, അത് എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ? സേതുലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെയും ഇദ്ദേഹം ഇത്തരത്തിൽ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതിരൂക്ഷ ഭാഷയിലാണ് ഇത്തവണ വിമർശനം ഉന്നയിച്ചത്. പ്രത്യേകിച്ച് ഈ സർക്കാരിനെതിരെയും വനം വകുപ്പിനെതിരെയും ആണ് വിമർശനം പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്നത്. സർക്കാരുമായി ബന്ധപ്പെട്ട് മലയോര ജനതയെ കാണുന്നത് വന്യമൃഗങ്ങളുടെ ഭക്ഷണമായിട്ടാണ് എന്നുള്ള വിമർശനമാണ് ഉന്നയിച്ചത്. മാത്രമല്ല, സർക്കാരിനോട് പറയുന്നതിനേക്കാൾ നല്ലത് വന്യമൃഗങ്ങളോട് പറയുന്ന, ആക്രമിക്കാൻ വരുന്ന വന്യമൃഗങ്ങളോട് പറയുന്നതാണ് നല്ലതെന്നും വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. കൂടാതെ ഈ വന്യജീവി അക്രമത്തിൽ കൊല്ലപ്പെട്ടതിന്റെ ഉത്തരവാദികൾ, അതായത് ഇത്രയും അധികം ആളുകൾ സംസ്ഥാനത്ത് കൊല്ലപ്പെട്ടു, അതിന് കാരണക്കാർ നിഷ്ക്രിയത്വം തുടരുന്ന സംസ്ഥാന സർക്കാരാണെന്നുള്ള വിമർശനം കൂടി ഇത്തരത്തിൽ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ വനം വകുപ്പുമായി ബന്ധപ്പെട്ട് ഈ കോടി കണക്കിന് രൂപ ചെലവഴിച്ചിട്ടും ഇതുവരെ ഒരാളെ പോലും രക്ഷിച്ച ചരിത്രം വനം വകുപ്പിനില്ല എന്നുള്ള വിമർശനം കൂടി പറയുന്നു. മലയോര കർഷകരെ ഇല്ലായ്മ ചെയ്യാനാണ് വനം വകുപ്പ് ശ്രമിക്കുന്നത്. തീക്കൊള്ളി കൊണ്ട് തലചൊറിയാൻ വനം വകുപ്പ് ശ്രമിക്കരുതെന്നുമുള്ള വിമർശനം വെച്ചു ഇന്നലെ പാലക്കാട് കത്തോലിക്ക കോൺഗ്രസ് നടക്കുകയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട പൊതുസമ്മേളനത്തിലാണ് ഇത്തരത്തിൽ രൂക്ഷമായ വിമർശനം സർക്കാരിനും വനം വകുപ്പിനുമെതിരെ ഉന്നയിച്ചത്. നീണ്ടകാലമായി അദ്ദേഹം ആവർത്തിക്കുന്ന വിമർശനമാണ്. അതിൽ രൂക്ഷമായ ഭാഷയിലാണ് ഈ ഘട്ടത്തിൽ വിമർശിച്ചത് എന്നുള്ളതാണ് പ്രത്യേകത. സേതുലക്ഷ്മി, ശരി അജിത്ത്, സത്യം പറഞ്ഞാൽ ആരാണെങ്കിലും ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകും. കാരണം ഈ എത്രയായല്ലേ അതിക്രമങ്ങൾ, ഈ മനുഷ്യ വന്യജീവി സംഘർഷം എത്ര കാലമായിട്ട് തുടരുന്നു. ഇങ്ങനെ ഓരോ അതിക്രമങ്ങൾ ഉണ്ടാകുമ്പോഴും മനുഷ്യർക്ക് ജീവനൊക്കെ നഷ്ടപ്പെടുന്ന സമയത്തും നമ്മൾ ഓരോരുത്തരും ഈ വാർത്തകൾ നൽകുകയും അതിനുശേഷം ഇതൊക്കെ ഒരു അവസാനത്തെ സംഭവമാകട്ടെ, ഇനി നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു 3 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും ഇങ്ങനത്തെ സംഭവങ്ങൾ തന്നെ തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാലാകാലങ്ങളായിട്ട് ഈ ബജറ്റിലൊക്കെ കോടികൾ മാറ്റി വയ്ക്കുന്നുണ്ട് മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ തടയാൻ വേണ്ടിയിട്ടും ഈ വനത്തിന്റെ ഭാഗത്ത് വനപ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്നവരുടെ ജീവിത നിലവാരം ഉയർത്താനും ഒക്കെ വേണ്ടി. പക്ഷേ ഈ കോടികളൊക്കെ എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ഇത് ഇനി ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വരില്ല എന്ന് വനം വകുപ്പൊക്കെ പറഞ്ഞാലും അതിനൊന്നും ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകുന്നുമില്ല. ഗതികെട്ട് പറഞ്ഞു പോവുകയാണ് ഓരോ മനുഷ്യരും, സാധാരണക്കാരും ഈ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവരും ഒക്കെ ഗതികേട് കൊണ്ട് പറഞ്ഞു പോകുന്നതാണ്.